ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ജാതകത്തിൽ വ്യാഴത്തിൻ്റെ ചില സ്ഥിതിയും ദൃഷ്ടിയും യോഗവുമൊക്കെ അനുസരിച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വ്യാഴം ഒരു ശുഭഗ്രഹവും സാത്വിക ഗ്രഹവുമായതിനാൽ വ്യാഴം രോഗങ്ങൾ ഉണ്ടാക്കുമോ എന്ന സംശയം നിങ്ങളിൽ പലർക്കും ഉണ്ടായേക്കാം. ജാതകത്തിൽ വ്യാഴം ബലവാനായിരിക്കുന്നവർക്ക് നല്ല ആരോഗ്യമുണ്ടാകും എന്നു മാത്രമല്ല, രോഗം വരാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. വ്യാഴം പല രോഗങ്ങളിൽ നിന്നും ജാതകനെ രക്ഷിക്കുകയും ചെയ്യും. ഇവിടെ പറയുന്നത് ഒരു ജാതകത്തിലെ വ്യാഴത്തിൻ്റെ ബലഹീനതയനുസരിച്ച് ചില പ്രത്യേക കാലത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ വ്യാഴം ജാതകത്തിൽ ദുർബലനായി നിന്നാൽ എല്ലാ കാലത്തും രോഗങ്ങൾ ഉണ്ടാകണമെന്നുമില്ല. ഓർമ്മക്കുറവ്, കരൾ രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, പൊണ്ണത്തടി, മൂത്രാശയ രോഗങ്ങൾ, മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ കല്ല്, നീർക്കെട്ട്, കർണരോഗങ്ങൾ, പ്രമേഹം, മോണരോഗങ്ങൾ, തുടകളിൽ രോഗങ്ങൾ, കഫരോഗങ്ങൾ ഇവയൊക്കെ തന്നെ വ്യാഴവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രോഗങ്ങളിൽ ചിലതാണ്. വ്യാഴ സംബന്ധമായ രോഗങ്ങൾ അനുഭവത്തിൽ വരുന്നത് വ്യാഴം ജാതകത്തിൽ ദുർബലനായിരുന്നാൽ വ്യാഴദശാകാലത്തും വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുമ്പോഴുമായിരിക്കും കൂടുതലായി അനുഭവത്തിൽ വരിക. വ്യാഴദശാകാലം 16 വർഷമാണ് ഒരു വ്യക്തിക്ക് അനുഭവത്തിൽ വരിക. എന്നാൽ വ്യാഴം ആദ്യ ജന്മദശയായി വരുന്ന പുണർതം, വിശാഖം, പോരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ജനന നക്ഷത്രദശയായ വ്യാഴം ഗർഭശിഷ്ടം എത്ര വർഷം ബാക്കിയുണ്ടോ അതായിരിക്കും അനുഭവത്തിൽ വരിക. മീനം വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണെങ്കിലും വ്യാഴം അവിടെ ദുർബലനായി നിന്നാൽ ലഹരി വസ്തുക്കൾക്ക് അടിമയാകാനും അതുമൂലമുള്ള രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും കരൾ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഗ്രന്ഥിവീക്കം, രക്തസംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ധനുരാശിയും വ്യാഴത്തിൻ്റെ മറ്റൊരു സ്വക്ഷേത്രമാണെങ്കിലും അവിടെയും വ്യാഴം ദുർബലനായി നിന്നാൽ രക്തദൂഷ്യം, കരൾ രോഗങ്ങൾ, തലച്ചോറ്, വാതം, സന്ധിവീക്കം എന്നീ രോഗങ്ങൾക്ക് സാധ്യതയേറും. കർക്കിടകൻ രാശി വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണെങ്കിൽ കൂടി വ്യാഴം അവിടെ ദുർബലനായി നിന്നാൽ ശ്വാസകോശ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കരൾ വീക്കം, മഞ്ഞപ്പിത്തം, തലവേദന, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലായിരിക്കും. മേടൻ രാശിയിലാണ് വ്യാഴം ദുർബലനായി നിൽക്കുന്നതെങ്കിൽ തലച്ചോറ് സംബന്ധമായ രോഗങ്ങൾ, മോണരോഗങ്ങൾ, പ്രമേഹം, മോഹാലസ്യം എന്നീ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇടവൻ രാശിയിൽ വ്യാഴം ദുർബലനായെന്നാൽ രക്തസംബന്ധമായ അസുഖങ്ങൾ, രക്തസമ്മർദ്ദം, തൊണ്ടരോഗങ്ങൾ, വാതം, മലബന്ധം എന്നിവ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടവന്നേക്കാം. മിഥുനൻ രാശിയിലാണ് വ്യാഴം ദുർബലനായി നിൽക്കുന്നതെങ്കിൽ കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, പക്ഷാഘാതം, ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, എടുപ്പ് വേദന, കൊളസ്ട്രോൾ എന്നിവയിൽ ഏതെങ്കിലുമൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം. വ്യാഴം ചിങ്ങൻ രാശിയിലാണ് ദുർബലനായി നിൽക്കുന്നതെങ്കിൽ ഹൃദ്രോഗം, തലച്ചോറ് സംബന്ധമായ രോഗങ്ങൾ, രക്തസംബന്ധമായ രോഗങ്ങൾ എന്നിവ കൊണ്ടായിരിക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക. കന്നിരാശിയിൽ വ്യാഴം ദുർബലനായിരുന്നാൽ കരൾ രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, ശ്വാസകോശ രോഗങ്ങൾ, കുടൽ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലായിരിക്കും. വ്യാഴം തുലാത്തിൽ ദുർബലനായിരുന്നാൽ മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ കല്ല്, മൂത്രാശയ രോഗങ്ങൾ, നീർക്കെട്ട്, രക്തസമ്മർദ്ദം, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലായിരിക്കും. എന്നാൽ വൃശ്ചികത്തിലാണ് വ്യാഴം ബലഹീനനായി നിൽക്കുന്നതെങ്കിൽ ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ജനനേന്ദ്രിയ രോഗങ്ങൾ, അർശസ് എന്നീ രോഗങ്ങളാൽ ഏതെങ്കിലും കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മകരൻ രാശിയിലാണ് വ്യാഴം ദുർബലനായിരിക്കുന്നതെങ്കിൽ സന്ധിവാതം, നീർക്കെട്ട്, മഞ്ഞപ്പിത്തം മുതലായ രോഗങ്ങൾക്ക് കാരണമാകും. കുംഭൻ രാശിയിലാണ് വ്യാഴം ദുർബലനെങ്കിൽ വെരിക്കോസ് വെയിൻ, ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗങ്ങൾ, പാദസംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുന്നു. മേൽപ്പറഞ്ഞ രോഗങ്ങൾ എന്നും ഉണ്ടാകണമെന്നില്ല. വ്യാഴത്തിൻ്റെ രാശിസ്ഥിതി അനുസരിച്ചാവും അനുഭവപ്പെടുക. വ്യാഴത്തിൻ്റെ ഓരോ രാശിയിലെയും ദുർബലസ്ഥിതി അനുസരിച്ച് രോഗത്തിൻ്റെ കാഠിന്യം കുറഞ്ഞും ഏറിയും അനുഭവപ്പെടും. എന്നാൽ വ്യാഴം ഒരു ശുഭഗ്രഹമായതിനാൽ കഠിനമായ ബുദ്ധിമുട്ടുകളിലേക്ക് ആരെയും വലിച്ചിഴക്കുകയില്ല. ഒരു ജാതകത്തിലെ 12 ഭാവങ്ങളും രാശികളും ആ ജാതകനെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ രോഗകാര്യങ്ങളെക്കുറിച്ച് രോഗസ്ഥാനമായ 6-ാം ഭാവം, 6-ാം ഭാവാധിപൻ, 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, 6-ാം ഭാവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹം, മഹാദശാകാലം, ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരം ഇവയുടെയൊക്കെ ബലവും ബലക്ഷയസ്ഥിതിയും അനുസരിച്ചാണ് രോഗവും രോഗത്തിൻ്റെ കാഠിന്യവും നിജസ്ഥിതിയും. അതുപോലെ തന്നെ രോഗം മരുന്നുകൊണ്ട് മാറുന്നതാണോ അതോ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് മാറുന്നതാണോ അതോ ഇത് രണ്ടും അനിവാര്യമാണോ എന്നുള്ളതും
കണ്ടെത്താൻ കഴിയും. ജാതകത്തിൽ വ്യാഴം ആയില്യം, കേട്ട, രേവതി, ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ സ്ഥിതി ചെയ്യുക. വ്യാഴം മകരം, മിഥുനം, കന്നി, ഇടവം, തുലാം രാശികളിൽ ഒന്നിൽ സ്ഥിതി ചെയ്യുക. വ്യാഴം 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുക. 6, 8, 12 ഭാവാധിപതിയാവുക. 6, 8, 12 ഭാവാദികളുമായി യോഗം ചെയ്യുക. വ്യാഴത്തിന് പാപഗ്രഹങ്ങളുടെ യോഗദൃഷ്ടി വരിക. ഏതു രാശിയിലായാലും വ്യാഴം മൃത്യുഭാഗിലോ ക്രൂരഷഷ്ടാംശത്തിലോ നിൽക്കുക. വ്യാഴത്തിന് പാപമധ്യസ്ഥിതി വരിക. വ്യാഴം ബാധാസ്ഥാനസ്ഥിതനോ ആവുക. ജാതകത്തിൽ വ്യാഴം മഹാദശാനാഥൻ്റെ ശത്രുവാകുക. മേൽപ്പറഞ്ഞതൊക്കെ വ്യാഴം ജാതകത്തിൽ ദുർബലനാകുന്ന ചില സ്ഥിതികൾ മാത്രമാണ്. വേറെയുമുണ്ട്, ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ ദുർബലനായി നിന്നാൽ പരിഹാരമായി ഗുരുഗായത്രി ദിവസവും ജപിക്കുന്നതും വ്യാഴാഴ്ച ദിവസം വ്രതമനുഷ്ഠിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഗുരുജനങ്ങളെയും മാതാപിതാക്കളെയും നല്ല ശുദ്ധമനസ്സോടെ സംരക്ഷിക്കുന്നതും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അനാഥാലയത്തിലെ അന്തേവാസികൾക്ക് അന്നദാനം, വസ്ത്രദാനം എന്നിവ നടത്തുന്നതും ഏറെ ഭഗവത് പ്രീതികരങ്ങളും ദോഷപരിഹാരവുമാണ്. ഓം ഋഷഭധ്വജായ വിദ്മഹേ കൃണിഹസ്തായ ധീമഹി തന്നോ ഗുരു പ്രചോദയാത്. ഇതാണ് ഗുരുഗായത്രി. ഇത് ഏത് ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.